ഹായ്, ഗൗരിയാണേ. വെൽക്കം ടു വി ആർ ഡിസൈൻസ്. അപ്പം നമ്മൾ ഇന്ന് കാണാൻ പോണത് ഒരു ഇൻഡിപെൻഡൻസ് ഡേ മെഗാ ഓഫർ സെയിലാണ്. അതായത് പുതിയ കളക്ഷൻസ് ആണ് കേട്ടോ. 3 പീസ് സെറ്റ് വരുന്നുണ്ട്, 2 പീസ് സെറ്റ് വരുന്നുണ്ട്, സിംഗിൾ കുർത്തീസ് വരുന്നുണ്ട്. 3 പീസ് സെറ്റ് ഒക്കെ വന്നിട്ട് 799 റേറ്റ് വരുന്നുള്ളൂ. കോട്ട് സെറ്റ് വന്നിട്ട് 599, സിംഗിൾ കുർത്തീസ് വന്നിട്ട് 299 റേറ്റിലാണ് വരുന്നത് കേട്ടോ. അതും ഒരു അഫോർഡബിൾ പ്രൈസിലാണ്. ഓൾ ഇന്ത്യ വന്നിട്ട് ഫ്രീ ഷിപ്പിംഗ് ആണ്. നമുക്ക് ഇന്ത്യക്ക് വെളിയിൽ അവിടെ നോയിഡ വരെ നമുക്ക് കസ്റ്റമേഴ്സ് ഉണ്ട്. അപ്പം എല്ലാവരും വീഡിയോ കണ്ട ഉടൻ തന്നെ എത്രയും പെട്ടെന്ന് തന്നെ ഇന്ന് ഒരു ദിവസത്തേക്കുള്ള ഒരു മെഗാ ഓഫറാണ് കേട്ടോ. നമ്മളൊരു ഹ്യൂജ് ക്വാണ്ടിറ്റി തന്നെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. നാളെയും മറ്റന്നാളും ഒക്കെ വന്നിട്ട് നമുക്ക് ഇതേപോലത്തെ കളക്ഷൻസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, നിങ്ങൾ ഡെയിലി വന്നിട്ട് വീഡിയോ വാച്ച് ചെയ്യുക. കാരണം എന്ത് സസ്പെൻസ് ആണ് നമ്മൾ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഡെയിലി നിങ്ങൾ കറക്റ്റായിട്ട് വീഡിയോ വാച്ച് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി അങ്ങോട്ടേക്ക് ഓണം വരെയുള്ള എല്ലാ ദിവസങ്ങളിലും വന്നിട്ട് വി ആർ ഡിസൈൻസിൻ്റെ ചാനൽ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ മിറാക്കിൾസ് വന്നിട്ട് ഒളിഞ്ഞിരിപ്പുണ്ടാവും കേട്ടോ. അപ്പം ഈ ഓണം കളറാക്കാം വി ആർ ഡിസൈൻസിന്. അപ്പം നമ്മൾ ഇന്നത്തെ സ്പെഷ്യൽ ഓഫർ സെയിലിൽ വന്നിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് 3 പീസ് സെറ്റ് വരുന്നുണ്ട്, കോട്ട് സെറ്റ് വരുന്നുണ്ട്, അതേപോലെ തന്നെ ഫ്രോക്ക് സിംഗിൾ കുർത്തീസും വരുന്നുണ്ട് കേട്ടോ. ഫസ്റ്റ് നമുക്ക് 3 പീസ് സെറ്റിൽ തന്നെ തുടങ്ങിയാലോ. ഫസ്റ്റ് വൺ വന്നിട്ട് ഞാനിപ്പോൾ വേറെ അയക്കുന്നത് തന്നെയാണ്. ഇതിൻ്റെ ഫാബ്രിക് എന്ന് പറയുന്നത് നല്ല ഒരു സോഫ്റ്റ് ജോർജറ്റ് ആണ് കേട്ടോ. നമുക്ക് ഡെയിലി വെയർ ആയിട്ട് ഇടാൻ പറ്റിയ അടിപൊളിയാണ്. ഡെയിലി വെയർ അല്ല, പാർട്ടി വെയർ ആയിട്ട് വേണമെങ്കിൽ ഇടാൻ പറ്റും കേട്ടോ. അത്രയ്ക്ക് നല്ല 6 ഷെയ്ഡിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. എലഗൻ ഷെയ്ഡാണ് കേട്ടോ. എല്ലാം നല്ല എലഗൻ ഷെയ്ഡാണ്, ഡിഫറെൻറ്റ് ഷെയ്ഡാണ്. നമ്മൾ നോർമലി വന്നിട്ട് എല്ലാവരും നമുക്ക് മെസ്സേജ് അയക്കാറുണ്ട്, നമ്മൾ പർപ്പിൾ, ബ്ലാക്ക്, അതേപോലെ മെറൂൺ മാത്രമേ ഇൻക്ലൂഡ് ചെയ്യുന്നുള്ളൂ പറഞ്ഞിട്ട്. അതുകൊണ്ട് എല്ലാവരുടെ ആവശ്യപ്രകാരമാണ് ഞാനിപ്പോൾ 6 ഷെയ്ഡ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം നമുക്ക് കളക്ഷൻ കണ്ടിട്ട് വന്നാലോ. ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത് M2XXL ആണ്. പ്രൈസ് 799 വരുന്നുള്ളൂ. ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ. 799 ഒക്കെ ഒരു അഫോർഡബിൾ അല്ലേ? കാരണം നമ്മളിത് വന്നിട്ട് ഒരു ഫാക്ടറി റേറ്റിനാണ് നമ്മൾ സെല്ല് ചെയ്യുന്നത് കേട്ടോ. ഇതൊരു 999, 949 ഒക്കെ റേറ്റ് നമുക്ക് ഇടാൻ പറ്റിയ അത്രയ്ക്കും നല്ല ക്വാളിറ്റി ഉള്ള നല്ല ഒരു ഫാബ്രിക്കാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ വർക്കൊക്കെ കണ്ടായിരുന്നു, എന്ത് രസമാണെന്ന് നോക്കിക്ക്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഹെവി ആയിട്ടാണ് ഈ വർക്കൊക്കെ കൊടുത്തിരിക്കുന്നത്. 3/4 സ്ലീവ് ആണ്. സ്ലീവ്സിൽ ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടില്ല. ബോഡി പോർഷൻ ഫുൾ ലൈനിങ് വരുന്നുണ്ട്. ലെങ്ത് 47 ആണ് വരുന്നത്. സൈഡ് സെറ്റ് ആണ് വരുന്നത് കേട്ടോ. നല്ല രസമാണ് കാണാനായിട്ട്. റൗണ്ട് നെക്ക് പോലെ വന്നിട്ട് ഈ ഒരു ഏരിയയിൽ ഫുള്ളായിട്ടും ഗോൾഡൻ കളർ ത്രെഡ് വർക്ക് കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല രസമാണ്. അതേപോലെ തന്നെ താഴേക്കും വന്നിട്ട് ഓൾ ഓവർ വന്നിട്ട് അവിടെ ആയിട്ട് ആ ഗോൾഡൻ കളർ ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട്. ദുപ്പട്ട കണ്ടായിരുന്നോ? ദുപ്പട്ടയൊക്കെ എന്ത് നീളം ഉണ്ടെന്ന് നോക്കിക്ക്. നല്ല രസമായിട്ട് കാണാനായിട്ട്. ദുപ്പട്ടയിൽ വന്നിട്ട് 2 സൈഡ് വന്നിട്ട് സ്കാലപ്പാണ് കൊടുത്തിരിക്കുന്നത്. ദുപ്പട്ട ഓൾ ഓവർ വന്നിട്ട് ആ ഒരു ഗോൾഡൻ കളർ ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാനായിട്ട് കേട്ടോ. നല്ല ഭംഗിയാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ക്ലോസ് വ്യൂ കണ്ടാലോ. അപ്പോൾ ഇതിൻ്റെ ക്ലോസ് വ്യൂ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. എന്ത് ഭംഗിയാന്ന് നോക്കിക്ക്. ഞാൻ പറഞ്ഞില്ലേ, ഒരു ഗോൾഡൻ കളർ ത്രെഡ് വർക്ക്, അതിൽ വന്നിട്ട് ഇങ്ങനെ സ്വീക്കൻസ് വർക്ക് കൊണ്ടാണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. ഹെവി ആയിട്ട് ഈ യോക്ക് ഏരിയ ഫുള്ളായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെയാണ് അതിൻ്റെ ഫ്രണ്ട് ഏരിയ വരുന്നത്. അതേപോലെ തന്നെ യോക്ക് ഏരിയയിൽ ഹെവി ആയിട്ട് കൊടുത്തിരിക്കുന്ന പോലെ തന്നെ ഈ താഴെ വന്ന് ഫുള്ളായിട്ടും അവിടെ ആയിട്ടും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെയാണ് അതിൻ്റെ ഫ്രണ്ട് ഏരിയ വരുന്നത്. ലെങ്ത് 47 വരുന്നുണ്ട്. ബാക്ക് പോർഷൻ വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. നല്ല ഒരു റൗണ്ട് നെക്കാണ് വരുന്നത്. ഇങ്ങനെയാണ് വരുന്നത്. ഇതിൻ്റെ ദുപ്പട്ട വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത്. ദുപ്പട്ട നോക്കിക്കേ. ദുപ്പട്ടയ്ക്ക് എന്ത് രസം നോക്കിക്കേ. 2 സൈഡ് വന്നിട്ട് അതിൻ്റെ സ്കാലപ്പാണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ ആ ഒരു ഫ്രണ്ട് ഏരിയയിൽ കൊടുത്തിരിക്കുന്ന പോലത്തെ തന്നെ ഗോൾഡൻ കളർ ത്രെഡ് വർക്കും അതിൽ വന്നിട്ട് സ്വീക്കൻസ് വർക്കും ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അത് കാണാൻ പറ്റുന്നുണ്ടോ? ഈ വീഡിയോയിൽ അത് വിസിബിൾ ആവത്തില്ല. നല്ല രസമാണ് കാണാനായിട്ട്. ഇതിൻ്റെ ഷെയ്ഡ് എന്ന് പറയുന്നത് നല്ല ഒരു ലാവൻഡർ ഷെയ്ഡാണ് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാൻ. നല്ല രസമല്ലേ കാണാനായിട്ട്. ഇതിൻ്റെ ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ നല്ലൊരു വയലറ്റ് ഷെയ്ഡാണ്. ഡാർക്ക് വയലറ്റ് അല്ല കേട്ടോ. കുറച്ച് എന്ന് വെച്ചാൽ നരച്ച വയലറ്റ് അല്ല. ഈ കാണുന്ന സെയിം ഷെയ്ഡ് തന്നെയാണ് വരുന്നത്. നല്ല ഭംഗിയാണ്. ഇതിൻ്റെ പാൻറ്റ് കണ്ടായിരുന്നോ? നല്ല ഒരു ലൂസ് പാൻറ്റാണ്. പാൻറ്റ് വന്നിട്ട് ജോർജറ്റ് തന്നെയാണ് കേട്ടോ. നോർമലി വന്നിട്ട് നമ്മൾ 3 പീസ് സെറ്റിൽ വന്നിട്ട് പാൻറ്റ് വന്നിട്ട് സാൻഡൂൺ ബോട്ടമാണ് വരാറുള്ളത്. ഇത് ജോർജറ്റാണ് വരുന്നത് കേട്ടോ. ടോപ്പും ജോർജറ്റാണ്, പാൻറ്റും ജോർജറ്റ് ഫാബ്രിക് തന്നെയാണ് വരുന്നത്. 2 സൈഡ് വന്നിട്ട് എലാസ്റ്റിക് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പാൻറ്റിൻ്റെ ലെങ്ത് 39 ആണ് വരുന്നത്. പാൻറ്റിലും വന്നിട്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കേട്ടോ. ലൈനിങ് കൊടുത്തിട്ടുണ്ട്. അതും നല്ല ക്വാളിറ്റി ഉള്ള നല്ല ലൈനിങ് ആണ്. ചൂടൊന്നും എടുക്കുന്നില്ല കേട്ടോ. നല്ല രസമായിട്ട് കാണാനായിട്ട് ഇങ്ങനെയാണ് വരുന്നത്. ഫസ്റ്റ് വൺ വന്നിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ. നെക്സ്റ്റ് വൺ വന്നിട്ട് നമ്മൾ നേരത്തെ കണ്ടതിൻ്റെ വേറൊരു ഷെയ്ഡാണ്. പിക്കിലായിട്ട് എല്ലാം സെയിം തന്നെയാണ്. ആ ഷെയ്ഡിൽ മാത്രമേ ഡിഫറൻസ് വരുന്നുള്ളൂ കേട്ടോ. ഇത് വന്നിട്ടൊരു മെഹന്തി ഗ്രീൻ
ഒരു പാരറ്റ് ഗ്രീൻ എന്നൊക്കെ പറയാം കേട്ടോ. എക്സാക്ട് മെഹന്തി ഗ്രീൻ അല്ല, ഈ വീഡിയോയിൽ കാണുന്ന സെയിം ഷെയ്ഡാണ്. ഒരു രക്ഷയില്ല കേട്ടോ കാണാനായിട്ട്, നല്ല രസമാണ്. എന്ത് ഭംഗിയാന്ന് നോക്കി, ഈ വർക്കൊക്കെ നോക്കിക്കേ. ഈ ഒരു ഗോൾഡൻ കളർ ത്രെഡ് വർക്കിൽ വന്നിട്ട് സ്വീക്വൻസ് വർക്കും കൂടെ പോകുന്നുണ്ട് കേട്ടോ. അത് നിങ്ങൾക്ക് വീഡിയോയിൽ അങ്ങനെ വിസിബിൾ ആവത്തുണ്ടാവില്ല. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇങ്ങനെയാണ് എൻ്റെ ഫ്രണ്ട് ഏരിയ വരുന്നത്. ബാക്ക് പോർഷൻ വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. നല്ല രസമാണ്. നമുക്ക് ഒരു പെട്ടെന്നൊക്കെ പുറത്ത് പോകുമ്പോഴൊക്കെ ഇടാൻ പറ്റിയ ഒരു അടിപൊളിയാണ് കേട്ടോ. ഇത് കണ്ടോ, ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറഞ്ഞത് ഇതിൻ്റെ പാൻറ്റിൽ വന്നിട്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കേട്ടോ. ഒരുപാട് പേര് പറയാറുണ്ട് പാൻറ്റിൽ ലൈനിങ് കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട്. ഇപ്പം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് വരുന്നത്. ഫ്രണ്ട് ഏരിയയിലും ബാക്ക് പോർഷനിലും വന്നിട്ട് ഇലാസ്റ്റിക് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ലെങ്ത് 39 ആണ് വരുന്നത്. നല്ല ഒരു ലൂസ് പാൻറ്റാണ്. നമുക്ക് ഒരുപാട് കാണാനുള്ളതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവാണ് കേട്ടോ. റേഡിയോ പോലെ പറഞ്ഞു പോകുന്നതല്ല. ഓക്കെ, ഇതിൻ്റെ ദുപ്പട്ട കണ്ടായിരുന്നു. നമ്മൾ നേരത്തെ കണ്ട പോലെ സെയിം തന്നെയാണ്. 2.5 ആണ് ലെങ്ത് വരുന്നത് കേട്ടോ. നല്ല രസമുണ്ട്. നല്ല ഒരു ഷെയ്ഡാണ് കേട്ടോ. എന്ത് ഭംഗിയാന്ന് നോക്കിക്കേ. അപ്പം നമുക്ക് ഇതും കൂടെ പെട്ടെന്ന് വേറെ റേറ്റ് വരാം. നെക്സ്റ്റ് വൺ വന്നിട്ട് നല്ല ഒരു ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ. നല്ല ഒരു ഷെയ്ഡാണ്. നമ്മളങ്ങനെ ഈ ഒരു ഷെയ്ഡ് നമ്മുടെ ചാനലിൽ ഇതുവരെ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. നല്ല ഷെയ്ഡാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമായി കേട്ടോ ഈ ഒരു ഷെയ്ഡ് എന്ന് പറയുന്നത്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇങ്ങനെയാണ് വരുന്നത്. ബാക്കി പെക്യുലാരിറ്റി എല്ലാം നമ്മൾ നേരത്തെ കണ്ടതിൻ്റെ സെയിം തന്നെയാണ്. ഈ ഷെയ്ഡൊക്കെ കണ്ടോ, എന്ത് രസം. ആ ഷെയ്ഡിൽ വന്നിട്ട് ആ ഒരു വർക്ക് വരുമ്പോഴത്തേക്കും നല്ല ഭംഗിയുണ്ട്. ബാക്ക് പോർഷൻ വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത്. അതിൻ്റെ പാൻറ്റ് വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത്. ഫ്രണ്ട് ഏരിയയിലും ബാക്ക് പോർഷനിലും എലാസ്റ്റിക് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സെയിം തന്നെയാണ് കേട്ടോ. ലൈനിങ് ഉണ്ടെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും നല്ല പ്രത്യേകത കേട്ടോ. പാൻറ്റിൽ സ്ലീവ്സിൽ മാത്രമേ ലൈനിങ് ഇല്ലാത്തേ ഉള്ളൂ. ദുപ്പട്ട വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത്. സെയിം ആണ് കേട്ടോ. എന്താ ദുപ്പട്ടയൊക്കെ നോക്കി, എന്ത് രസമാണ് നോക്കി. ഒരു ഡിഫറെൻറ്റ് ഷെയ്ഡാണ് കേട്ടോ ഇത്. ഇനി അടുത്ത് നമ്മൾ കാണാൻ പോണതും വന്നിട്ട് ഒരു ഡിഫറെൻറ്റ് ഷെയ്ഡാണ് കേട്ടോ. നല്ല ഒരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡാണ്. പക്ഷെ നമ്മൾ എപ്പോഴും കാണുന്ന ടൈപ്പിലുള്ള ബോട്ടിൽ ഗ്രീൻ അല്ല കേട്ടോ. ഒരു ഡിഫറൻസ് ഇല്ലേ ഇതിൽ? ചെറിയൊരു ഡിഫറൻസ് തോന്നുന്നില്ലേ? നല്ല ഷെയ്ഡാണ്. അതാണ് ഞാൻ പറഞ്ഞ എല്ലാ ഷെയ്ഡും നല്ല ഷെയ്ഡാണ്. ഒന്ന് ഏത് ഷെയ്ഡാണ് നല്ലതെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റാത്ത രീതിയിലാണ് കേട്ടോ. ഇതുണ്ടോ, എന്ത് രസമാണെന്ന് നോക്കി. ഈ ഒരു ഗ്രീനിലൊക്കെ ആ ഗോൾഡൻ കളർ വർക്ക് വരുമ്പോഴത്തേക്കും നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ബാക്ക് പോർഷൻ വന്നിട്ട് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് കേട്ടോ. അതിൻ്റെ പാൻറ്റ് വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത്. സെയിം തന്നെയാണ് പാൻറ്റ് വരുന്നത്. ഇങ്ങനെയാണ് വരുന്നത്. ഞാൻ പെട്ടെന്ന് കാണിക്കുന്നത് വന്നിട്ട് ഒരുപാട് ലെങ്ത് ആവും എന്നുള്ളതുകൊണ്ടാണ് കേട്ടോ വീഡിയോ. ഫോട്ടോസ് എല്ലാം നമ്മൾ കൊടുത്തേക്കാം, ടാഗ് ചെയ്തേക്കാം. അല്ലെങ്കിൽ നമ്മുടെ റീൽസും നമ്മുടെ കമ്മ്യൂണിറ്റിയിലൊക്കെ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നുണ്ടാവും കേട്ടോ. നല്ല ഒരു ഗ്രീൻ ഷെയ്ഡാണെങ്കിൽ നെക്സ്റ്റ് വൺ വന്നിട്ടൊരു കോഫി ബ്രൗൺ ഷെയ്ഡാണ് കേട്ടോ. കോഫി ബ്രൗൺ നമ്മൾ നമ്മുടെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് നേരത്തെ. 2-3 ടൈമൊക്കെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. സിംഗിൾ കുർത്തിസിലാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. 3 പീസ് സെറ്റിൽ നമ്മൾ ഫസ്റ്റ് ടൈം കൊണ്ടുവരുവാണ് കേട്ടോ. ഇങ്ങനെ വരുന്നത്. നെക്സ്റ്റ് വൺ വന്നിട്ട് ബാക്ക് പോർഷൻ വന്നിട്ട് സെയിം തന്നെയാണ് വരുന്നത്. നല്ല രസമാണ് കേട്ടോ. ഇതിൻ്റെ പാൻറ്റ് വന്നിട്ട് ഇങ്ങനെ തന്നെയാണ് വരുന്നത്. എന്ത് ലൂസാണെന്ന് നോക്കി പാൻറ്റ് വന്നിട്ട്. ആക്ച്വലി വന്നിട്ട് നമ്മൾ ഒരു 1100 അല്ലെങ്കിൽ അതിന് മേളിലോ 1000-നൊക്കെ വാങ്ങിക്കുന്ന ഒരു പാൻറ്റിനേക്കാളും ഒക്കെ നല്ല ക്വാളിറ്റിയാണ്. നോർമലി വന്നിട്ട് നമ്മൾ സാൻഡലും ബോട്ടമാണ് കാണുന്നത്. ഇതിൽ വന്നിട്ട് ജോർജറ്റ് തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ. അതിൻ്റെ ദുപ്പട്ട വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത്. കണ്ടോ, സൂപ്പർ അല്ലേ? ഇതൊരു കോഫി ബ്രൗൺ ഷെയ്ഡാണെങ്കിൽ നെക്സ്റ്റ് വൺ വന്നിട്ട് നല്ല ഒരു മെറൂൺ ഷെയ്ഡാണ് കേട്ടോ. അട്ടിക്കുന്ന ഷെയ്ഡൊന്നും അല്ല, റെഡിഷ് മെറൂൺ അല്ല. ഇത് കറക്റ്റ് ആയിട്ടുള്ള മെറൂൺ ഷെയ്ഡാണ് വരുന്നത്. സെയിം ആണ്. വർക്ക് കാര്യങ്ങളെല്ലാം സെയിം തന്നെയാണ്. എന്ത് രസമാണെന്ന് നോക്കിക്ക്. നല്ല ഭംഗിയല്ലേ കാണാനായിട്ട്. ബാക്ക് ഏരിയ വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത്. എനിക്ക് എല്ലാ ഷെയ്ഡും, ഏത് ഷെയ്ഡാണ് ഇഷ്ടമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് എല്ലാ ഷെയ്ഡും ഇഷ്ടമായി. എല്ലാം ഒരുപോലെ ഇഷ്ടമായി കേട്ടോ. ആക്ച്വലി വന്നിട്ട് ബ്ലാക്ക് ഷെയ്ഡാണ് എനിക്ക് ഒരുപാട് ഇഷ്ടമെന്നുണ്ടെങ്കിലും ഈ ഒരു ഷെയ്ഡൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. ഇതുണ്ട് പാൻറ്റ് നോക്കിക്ക്. എന്ത് രസമല്ലേ? നല്ല രസമാണ് പാൻറ്റ് കാണാനായിട്ട്. അപ്പം നിങ്ങൾ വീഡിയോ കണ്ട ഉടൻ തന്നെ വേഗം പർച്ചേസ് ചെയ്യണം കേട്ടോ. നിങ്ങൾ വീഡിയോ കണ്ടിട്ട് പിന്നീട് നമ്മൾ നോക്കിയിട്ട് പർച്ചേസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇരിക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ സോൾഡ് ഔട്ട് ആയി പോകും. ഞാൻ സോൾഡ് ഔട്ട് ആണെന്ന് പറയുമ്പോഴത്തേക്കും ചിലർക്ക് വന്നിട്ടൊരു പിണക്കം പോലെ ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. അങ്ങനെ ആരും ഫീൽ ചെയ്യേണ്ട. കാരണം നമ്മൾ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ. അപ്പം നമുക്കിത് ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. നമ്മൾ നല്ലൊരു ഹ്യൂജ് ക്വാണ്ടിറ്റി തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് അത്രയും സെയിൽ ഉള്ളത് കൊണ്ടാണ് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആയി പോണത് കേട്ടോ. ഇത് കണ്ടോ, നല്ല ഭംഗിയാണ് കാണാനായിട്ട്.
അപ്പം ഞാൻ ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഫോട്ടോസ് ടാഗ് ചെയ്തേക്കാം. പ്രൈസ് വന്നിട്ട് M2XX ആണ് വരുന്നത്. പ്രൈസ് 799 വരുന്നുള്ളൂ. ഫ്രീ ഷിപ്പിങ്ങിലാണ് വരുന്നത്. ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലാണ് വരുന്നത് കേട്ടോ. ഓൾ ഇന്ത്യ ഒന്നും നിങ്ങൾക്ക് ഫ്രീ ഷിപ്പിങ്ങിൽ ഈ ഒരു 799 എവിടെയും കിട്ടില്ല. അപ്പോൾ ഈ 3 പീസ് സെറ്റ് ഇതാണ് വരുന്നത്. ഇനി നമ്മൾ കാണാൻ പോണത് കോഡ് സെറ്റാണ് കേട്ടോ. അപ്പം നമുക്ക് ആ കോഡ് സെറ്റ് കണ്ടിട്ട് വന്നാലോ. നെക്സ്റ്റ് വൺ വന്നിട്ട് നമ്മൾ കാണാൻ പോകുന്നത് കോഡ് സെറ്റുകളുടെ കളക്ഷനാണ് കേട്ടോ. ഞാനിപ്പോൾ വേറെ ഇരിക്കുന്ന ഈ ഒരു ഷെയ്ഡും വരുന്നുണ്ട്, പിന്നെ വേറൊരു ഷെയ്ഡും വരുന്നുണ്ട്. രണ്ട് ഡിഫറെൻറ്റ് ഷെയ്ഡ്സിലാണ് വന്നിട്ടുള്ളത്. M2XX ആണ് വരുന്നത്. പ്രൈസ് 599 വരുന്നുള്ളൂ. ഫ്രീ ഷിപ്പിംഗ് റേറ്റിലാണ് വരുന്നത് കേട്ടോ. ഫസ്റ്റ് വൺ വന്നിട്ട് ഞാനിപ്പോൾ വേറെ ഇരിക്കുന്നത് തന്നെ. ഇതിൻ്റെ ഫാബ്രിക് എന്ന് പറയുന്നത് കോട്ടൺ മിക്സ് ആണ് വരുന്നത് കേട്ടോ. ഇതിൽ നമുക്ക് സ്ലീവ് ഇതിൽ അകത്തുണ്ടാവും. സ്ലീവ്ലെസ് ആയിട്ടാണ് വരുന്നത്. 3/4 സ്ലീവ് ഇതിൽ എൻബിൽറ്റ് ആണ് കേട്ടോ. ഇതിനകത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ. അത് നിങ്ങളൊന്ന് ജസ്റ്റ് സ്റ്റിച്ച് ചെയ്താൽ മാത്രം മതിയാവും. ഇതിൻ്റെ ഷെയ്ഡ് എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, രാമ ഗ്രീൻ ഷെയ്ഡ്, ഒരു ഗ്രീൻ ഷെയ്ഡ് കൂടെ മിക്സ് ആയിട്ട് വരുന്നൊരു ഷെയ്ഡാണ്. ഈ വീഡിയോയിൽ കാണുന്ന സെയിം ഷെയ്ഡാണ്. എനിക്ക് തോന്നുന്നത് വീഡിയോയിൽ കുറച്ചുകൂടെ ലൈറ്റ് ഷെയ്ഡാണെന്ന് തോന്നുന്നു. നേരിൽ കാണാനാണ് കുറച്ചുകൂടെ ഭംഗിയും തോന്നുന്നു കേട്ടോ. പിന്നെ ഇതിൻ്റെ ഈ നെക്ക് വന്നിട്ടൊരു കോളർ നെക്കാണ് വരുന്നത്. ഞാൻ അതിൻ്റെ ക്ലോസ് വ്യൂ കാണിക്കാം. നല്ല ഭംഗിയാണ്. നമുക്കൊരു ഡെയിലി വെയർ ആയിട്ട് ഇടാൻ പറ്റിയ നല്ല അറ്റയറാണ് കേട്ടോ. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇങ്ങനെയാണ് എൻ്റെ ടോപ്പ് വരുന്നത്. ഇതിൻ്റെ നെക്ക് എന്ന് പറയുന്നത് കോളർ നെക്കാണ് വരുന്നത് കേട്ടോ. കോളർ നെക്ക് പോലെ വന്നിട്ട് ഇവിടെ വന്നിട്ട് ഈ ഒരു ബട്ടൺ മാത്രമേ നമുക്ക് ഓപ്പൺ ചെയ്യാൻ ബട്ടൺസ് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ. ബട്ടൺസ് ഓപ്പൺ ചെയ്യാൻ പറ്റത്തില്ല. ജസ്റ്റ് അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. സ്ലീവ് വന്നിട്ട് ഇതിനകത്തുണ്ടാവും. ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നതൊരു 46 ആണ് വരുന്നത്. ലെങ്ത് 46 ആണ് വരുന്നത്. നല്ല ഭംഗിയാണ്. നമുക്ക് ഒരു ഡെയിലി വെയർ ആയിട്ട് ഇടാൻ പറ്റിയ നല്ല കംഫർട്ടബിൾ ആണ്. മേളിലൊന്നും അടിക്കുന്ന ഫാബ്രിക് അല്ല. ഒരു സ്ലീവ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കത് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. സൈഡ് സ്ലിറ്റ് ആണ് വരുന്നത് കേട്ടോ. സൈഡ് സ്ലിറ്റ് ആണ് വരുന്നത്. അതേപോലെ തന്നെ ഈ ഫ്രണ്ട് ഏരിയയിൽ കാണുന്ന ബട്ടൺ ഒന്നും നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റിയ ബട്ടൺ അല്ല കേട്ടോ. ജസ്റ്റ് ഇത് നമുക്ക് ഷോയ്ക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ഒരു എന്താ പറയുക, മാർബിളിൻ്റെ ആ ഒരു സ്റ്റൈലിൽ വരുന്ന ഒരു ബട്ടണാണ് കൊടുത്തിട്ടുള്ളത്. ഫ്രണ്ട് ഏരിയയിൽ വന്നിട്ട് ഇതേപോലെ വന്നിട്ട് ജസ്റ്റ് ഒരു കട്ടിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു മോഡലാണത്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. സ്ലീവ് വന്നിട്ട് ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. അത് വന്നിട്ട് ചെറിയ സ്ലീവ് അല്ല, 3/4 സ്ലീവ് തന്നെയാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. അതിപ്പോൾ ഇതിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നിങ്ങൾ വന്നിട്ട് ജസ്റ്റ് ഒന്ന് ഓൾട്ടർ ചെയ്താൽ മതി കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഈ 599 റേറ്റിനൊക്കെ ഇതങ്ങനെ കളർ ഫെയ്ഡ് ആവും എന്നുള്ള ഒരു ടെൻഷൻ നിങ്ങൾക്ക് വേണ്ട. അത്രയ്ക്ക് നല്ല ഒരു ഫാബ്രിക്കാണ് കേട്ടോ. നല്ല ഫാബ്രിക്കാണ്. ഇങ്ങനെയാണ് വരുന്നത്. അതിൻ്റെ ടോപ്പ് വരുന്നത് ഇങ്ങനെയാണ് വരുന്നത്. ഇതിൻ്റെ പാൻറ്റ് വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. നല്ല ഒരു ലൂസ് പാൻറ്റാണ്. നിങ്ങൾക്കറിയാമല്ലോ കോഡ് സെറ്റിൻ്റെ പാൻറ്റ് വന്നിട്ട് അത്യാവശ്യം ലൂസായിരിക്കും. ലെങ്ത് വന്നിട്ടൊരു 38 ഉണ്ടാവുള്ളൂ കേട്ടോ. കാരണം നോർമൽ 3 പീസ് സെറ്റിൻ്റെ ഒക്കെ പാൻറ്റ് പോലെ വന്നിട്ട് കോഡ് സെറ്റിൻ്റെ പാൻറ്റ് വന്നിട്ട് അത്രയും ലെങ്ത് ഉണ്ടാവില്ല. ആക്ച്വലി ഇത് നോർമലി ഉള്ളതിനേക്കാളും കുറച്ചുകൂടെ ലെങ്ത് കൂടുതലുണ്ടെന്ന് വേണം പറയാനായിട്ട്. ഫ്രണ്ട് ഏരിയയിലും ബാക്ക് പോർഷനിലും എലാസ്റ്റിക്കാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പാൻറ്റിൽ ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടില്ല. നല്ല ഒരു ലൂസ് പാൻറ്റാണ്. ഞാനിപ്പോൾ വേറെ ഇരിക്കുന്ന എൽ സൈസ് ആണെങ്കിൽ തന്നെയും എനിക്ക് നല്ല സൈസൊക്കെ നല്ല ലൂസായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ആക്ച്വലി വന്നിട്ട് നോർമലി വന്നിട്ട് 3 പീസ് സെറ്റിൻ്റെ ഒക്കെ വന്നിട്ട് എൽ സൈസ് പാൻറ്റ് വേറെ ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് ടൈസ് കുറച്ച് ടൈറ്റ് ആവാറുണ്ട്. ഇത് പക്ഷെ നല്ല കംഫർട്ടബിൾ ആണ് കണ്ടോ. ഇത്രയും ലൂസായിട്ടാണ് കിടക്കുന്നത് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഫസ്റ്റ് വൺ വന്നിട്ട് ഈ ഷെയ്ഡാണ് കേട്ടോ. അപ്പം നമ്മളിപ്പോൾ കണ്ട ഈ ഒരു 2 പീസ് സെറ്റ് വേറെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്ന ലുക്ക് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. നല്ല ഭംഗിയല്ലേ കാണാനായിട്ട്. ഓക്കെ, അപ്പോൾ സെക്കൻഡ് വൺ വന്നിട്ട് ഒരു ഡാർക്ക് മെറൂൺ ആണ് കേട്ടോ. ബ്ലഡ് റെഡ് അല്ല, ഒരു ഡാർക്ക് മെറൂൺ ആണ്. കോഫി ബ്രൗണും കൂടെ ബ്ലെൻഡ് ആയിട്ട് വരുന്ന ഒരു മെറൂൺ ഷെയ്ഡാണ് വരുന്നത് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. സൂപ്പറാണ് കേട്ടോ. രണ്ട് ഷെയ്ഡും നല്ല ഷെയ്ഡാണ്. നമുക്കൊരു ഡെയിലി വെയർ ആയിട്ട് ഇടാൻ പറ്റിയൊരു അടിപൊളിയാണ് കേട്ടോ. ഒരു രക്ഷയും ഇല്ല. സെക്കൻഡ് വൺ വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത്. ഒരുപാട് ആൾക്കാർ വന്നിട്ട് സ്ലീവ്ലെസ് വെയർ ചെയ്യുന്നവരുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇതൊക്കെ യൂസ്ഫുൾ ആവും. നിങ്ങൾക്ക് സ്ലീവ് വേണ്ടാന്നുണ്ടെങ്കിൽ സ്ലീവ് അറ്റാച്ച് ചെയ്തിരുന്നാൽ മതി. സെക്കൻഡ് വൺ വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത്. ഫ്രണ്ട് ഏരിയ വന്നിട്ട് ബാക്ക് പോർഷൻ വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത്. സെയിം തന്നെയാണ്, ഒരു ഡിഫറൻസും വരുന്നില്ല. അത്യാവശ്യം സൈഡ് സ്ലിറ്റ് ആണെങ്കിൽ തന്നെയും ഈ ഒരു ഇത് നല്ല കട്ടിയുള്ള ഫാബ്രിക്കാണ് കേട്ടോ. കോട്ടൺ മിക്സിങ് ആകുമ്പോൾ അറിയാമല്ലോ നിങ്ങൾക്ക്. നല്ല കട്ടിയുള്ള ഫാബ്രിക്കാണ്. നമുക്ക് നല്ല കംഫർട്ടബിൾ ആണ് വെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. സെക്കൻഡ് വൺ വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത്. അതിൻ്റെ പാൻറ്റ് വന്നിട്ട് നമ്മൾ നേരത്തെ കണ്ടതിൻ്റെ സെയിം തന്നെയാണ്, ഒരു ഡിഫറൻസും വരുന്നില്ല. എന്ത് ലൂസാന്ന് നോക്കി. ഇത് വന്നിട്ട് ഇതിൽ വന്നിട്ട് വൈറ്റും കൂടെ മിക്സ് ആയിട്ട് വരുമ്പോഴത്തേക്കും നല്ല ഒരു ഭംഗിയുണ്ട് കാണാനായിട്ട് കേട്ടോ. നമ്മൾ പല സിംഗിൾ കളേഴ്സിലുള്ളത് കൊണ്ടുവന്നിട്ടുണ്ട്. വലിയ വലിയ ഫ്ലോറൽ വർക്കിലുള്ളത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് വന്നിട്ട് കുഞ്ഞു കുഞ്ഞു ഫ്ലോറൽ വർക്കാണ് വരുന്നത് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഏത് ഷെയ്ഡിലുള്ളവർക്ക് വേണമെങ്കിലും വെയർ ചെയ്യാൻ പറ്റും കേട്ടോ. നല്ല ഭംഗിയുണ്ട്. രണ്ട് ഷെയ്ഡും നല്ല എലഗൻ്റ് ആണ്. പ്രൈസ്
599 വരുന്നുള്ളൂ. ഫ്രീ ഷിപ്പിങ്ങിലാണ് വരുന്നത്. സൈസ് M2XXL ആണ്. അപ്പോൾ നമ്മളിപ്പോൾ കണ്ട ആ കോഡ് സെറ്റ് വേറെ ഇങ്ങനെ ഒരു ലുക്കാണ് കിട്ടുന്നത്. ഇതിന്റെ സൈസ് വന്നിട്ട് M2XXL ആണ് വരുന്നത്. പ്രൈസ് 599 വരുന്നുള്ളൂ. ഫ്രീ ഷിപ്പിംഗ് റേറ്റിലാണ് വരുന്നത്. 399 റേറ്റിൽ വരുന്ന ഒരു സിംഗിൾ കുർത്തിയാണ് കാണാൻ പോണത് കേട്ടോ. ഇതിന്റെ ഫാബ്രിക് എന്ന് പറയുന്നത് വത്തിക്കാൻ സിൽക്കാണ് വരുന്നത്. 3/4 സ്ലീവ് ആണ്. സ്ലീവ്സിലും ബോഡി പോർഷനിലും ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടില്ല. ലെങ്ത് വന്നിട്ടൊരു 46 ആണ് വരുന്നത് കേട്ടോ. സൈഡ് സ്ലിറ്റ് ആണ് വരുന്നത്. ലൈനിങ് ഇല്ലാന്ന് വെച്ചിട്ട് നെല്ലടിക്കുന്ന ഒരു ഫാബ്രിക് അല്ല. അത്യാവശ്യം നല്ല കട്ടിയുള്ള ഫാബ്രിക്കാണ്. ഒരു ബഡ്ജറ്റ് റേറ്റിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഒരു ഡെയിലി വെയർ ആയിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റിയ ഒരു പേസ്റ്റൽ ഷെയ്ഡാണ് കേട്ടോ. ഇതിന്റെ ഫാബ്രിക് എന്ന് പറയുന്നത് വത്തിക്കാൻ സിൽക്കാണ് വരുന്നത് കേട്ടോ. 3/4 സ്ലീവ് ആണ്. സ്ലീവ്സിൽ ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടില്ല. ബോഡി പോർഷനിലും ലൈനിങ് വരുന്നില്ല. ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ഒരു 46 ആണ് വരുന്നത്. സൈഡ് സ്ലിറ്റ് ആണ് വരുന്നത്. ഇതിന്റെ നെക്ക് എന്ന് പറയുന്നത് സാധാ റൗണ്ട് നെക്കാണ് വരുന്നത് കേട്ടോ. ഇതിന്റെ ഈ ഒരു പോർഷൻ വന്നിട്ട് ഇങ്ങനെ ഫുള്ളായിട്ട് വന്നിട്ട് സിൽവർ കളർ ത്രെഡ് വർക്കാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കൊരു ഡെയിലി വെയർ ഒക്കെ ഇടാൻ പറ്റിയ അടിപൊളിയാണ് കേട്ടോ. ഒരു ബഡ്ജറ്റ് റേറ്റിലാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 399 ആണ്. സൈസ് S2 3XL വരെ വരുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ നമ്മൾ ഒരുപാട് ക്വാണ്ടിറ്റി കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഒരു 399 റേറ്റിലൊക്കെ വന്നിട്ട് നമുക്ക് ഡെയിലി വെയർ ആയിട്ട് ഇടാൻ പറ്റിയ ഒരു എല്ലാക്കൻ ലുക്ക് തരുന്ന ഒരു കുർത്തിയാണ്. ഇങ്ങനെയാണ് അതിന്റെ ഫ്രണ്ട് ഏരിയ വരുന്നത്. ഇതിന്റെ ഷെയ്ഡ് വന്നിട്ട് ഒരു മൗ ഷെയ്ഡാണ് വരുന്നത് കേട്ടോ. ഇങ്ങനെയാണ് അതിന്റെ ഫ്രണ്ട് ഏരിയ വരുന്നത്. ബാക്ക് പോർഷൻ വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത്. ഈ ഫ്രണ്ട് ഏരിയയിൽ വന്നിട്ട് ഓൾ ഓവർ വന്നിട്ട് ആ ഒരു സിൽവർ കളർ ത്രെഡ് വർക്ക് ഇങ്ങനെ പോകുന്നുണ്ട്. അതേപോലെ തന്നെ സ്വീക്വൻസ് വർക്കും കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. നമുക്കൊരു കംഫർട്ടബിൾ ആണ്. ഇപ്പം നിങ്ങൾ വന്നിട്ട് ഇത് ഞാനിപ്പോൾ വേറെ ഇരിക്കുന്ന XL സൈസാണ് കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് പ്ലസ് സൈസ് എടുക്കാൻ ശ്രമിക്കുക. എപ്പോഴും എടുക്കുന്നത് ഇപ്പോൾ L സൈസ് ആണെങ്കിൽ നിങ്ങളൊന്ന് പ്ലസ് സൈസ് എടുക്കുക കേട്ടോ. നോർമലി എൻ്റെ സൈസ് എനിക്ക് XL അത്യാവശ്യം ലൂസാണ്. പക്ഷേ L ഞാൻ വേറെ ചെയ്ത് നോക്കിയില്ല. L ചിലപ്പം ടൈറ്റ് ആയിരിക്കും. ഞാൻ അതുകൊണ്ട് XL ആണ് ഇപ്പോൾ വേറെ ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അതൊന്ന് പ്രത്യേകം നോക്കുക കേട്ടോ. സൈസ് വന്നിട്ട് S2 3XL ആണ് വരുന്നത്. നമ്മൾ നേരത്തെ കണ്ടത് വന്നിട്ട് ഒരു മൗ ഷെയ്ഡ് ആണെങ്കിൽ നെക്സ്റ്റ് വൺ വന്നിട്ടൊരു നല്ല ഗ്രേ ഷെയ്ഡാണ് വരുന്നത് കേട്ടോ. എക്സാക്ട് ഗ്രേ അല്ല വരുന്നത്. ഒരു എന്താ പറയുക, സീയുടെ ഒരു ബ്ലൂ ഷെയ്ഡായിട്ട് വരും കേട്ടോ. ഗ്രേയും ആ ഒരു ഷെയ്ഡും കൂടെ ബ്ലെൻഡ് ആയിട്ട് വരുന്ന ഒരു ഷെയ്ഡാണ് വരുന്നത്. ഇങ്ങനെയാണ് അതിൻ്റെ ഫ്രണ്ട് ഏരിയ വരുന്നത്. ഇത് സെയിം തന്നെയാണ് ഈ ഒരു പാറ്റേൺ വരുന്നത് കേട്ടോ. ചെറിയൊരു ഡിഫറൻസേ വരുന്നുള്ളൂ. ഇങ്ങനെയാണ് അതിൻ്റെ ഫ്രണ്ട് ഏരിയ വരുന്നത്. ബാക്ക് പോർഷൻ വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത്. ഇത് എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് വന്നിട്ട് XL സൈസാണ് കേട്ടോ. ഞാനിപ്പോൾ വേറെ ഇരിക്കുന്നതാണ് ഞാൻ പ്ലസ് സൈസ് എടുക്കാൻ പറഞ്ഞത്. ഇത് വന്നിട്ട് നിങ്ങൾ കറക്റ്റ് സൈസ് തന്നെ എടുത്താൽ മതിയായിരിക്കും. അല്ലെങ്കിൽ എൻ്റെ അടുത്ത് ആം ടു ആം ഹോൾ ഒന്ന് മെഷർമെൻറ്റ് ചോദിച്ചതിന് ശേഷം പർച്ചേസ് ചെയ്യുക കേട്ടോ. കാരണം റിട്ടേൺ പോളിസി ഉണ്ടായിരിക്കുന്നതല്ല. ഡാമേജ് പീസിന് മാത്രമേ നമ്മൾ റിട്ടേൺ പോളിസി ഉണ്ടായിരിക്കത്തുള്ളൂ. നമ്മൾ നേരത്തെ കണ്ട സെയിം ഷെയ്ഡ് തന്നെയാണ്. ഇതിൻ്റെ പാറ്റേണിലാണ് ഡിഫറൻസ് വരുന്നത് കേട്ടോ. ആ യോക്ക് ഏരിയയിൽ വരുന്ന ഒരു പാറ്റേണിലാണ് ഡിഫറൻസ് വരുന്നത്. ബാക്കി പെക്യുലാരിറ്റി എല്ലാം സെയിം തന്നെയാണ്. ഇങ്ങനെയാണ് അതിൻ്റെ ഫ്രണ്ട് ഏരിയ വരുന്നത്. ബാക്ക് പോർഷൻ വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഈ ഒരു വർക്കൊക്കെ നോക്കിക്കേ, എന്ത് രസമാണെന്ന് നോക്കിക്കേ. നമുക്കൊരു ഡെയിലി വെയർ ആയിട്ടൊക്കെ ഇടാൻ പറ്റിയ നല്ല ഒരു കുർത്തിയാണ് കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും സൈസ് വന്നിട്ട് S2 3XL വരെയാണ് വരുന്നത്. പ്രൈസാണ് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ളത്. 399 വരുന്നുള്ളൂ. ഫ്രീ ഷിപ്പിംഗ് റേറ്റിലാണ് വരുന്നത്. അടിപൊളി ഓഫറുകളും ഇതേപോലത്തെ ഞെട്ടിക്കുന്ന കളക്ഷനുമായിട്ട് ഈ ഓണം അടിച്ചു പൊളിക്കാം. VR ഡിസൈൻസ്.